നമസ്കാരം. ആരോഗ്യരംഗത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കർക്കിടക മാസം രാമായണ മാസം കൂടി ആയി ആചരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് കർക്കിടക മാസവും രാമായണ മാസവും തമ്മിലുള്ള ഒരു ബന്ധം എന്താണ്? മാത്രമല്ല, ഈ ഒരു മാസത്തിൽ ദശപുഷ്പത്തിനും വലിയ പ്രാധാന്യം പറയുന്നുണ്ട്. ഇന്ന് ഈ വിഷയമാണ് ആരോഗ്യരംഗം ചർച്ച ചെയ്യുന്നത്. ഇതേക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് തൃശൂർ ആയുർവേദ മെഡിക്കൽ കോളേജ് റിട്ടയേർഡ് പ്രൊഫസറും ചാവക്കാട് മണത്തല ശ്രീചിത്ര ആയുർ ഹോം ചെയർമാൻ കൂടിയായ ഡോക്ടർ മധുസൂദനൻ. ഡോക്ടർ നമസ്കാരം, ആരോഗ്യരംഗത്തിലേക്ക് സ്വാഗതം. ഡോക്ടർ, കഴിഞ്ഞ ആഴ്ച നമ്മൾ കർക്കിടകത്തെക്കുറിച്ച് അല്ലെങ്കിൽ കർക്കിടകത്തിൽ ആരോഗ്യ സംരക്ഷണം എങ്ങനെയാവണം എന്നതൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞു. അപ്പോൾ കർക്കിടക മാസം രാമായണ മാസം കൂടിയായിട്ട് ആചരിക്കുകയാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ശാസ്ത്രീയത? സാധാരണ നമ്മളെ കേരള സംസ്കാരത്തിൽ ഒരു മാസം മുഴുവൻ നമ്മൾ വായനയ്ക്കായി മാറ്റിവെച്ചിട്ടുള്ളത് നമ്മളൊരു കേരള സംസ്കാരമാണ്. അതിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ഇപ്പോൾ രാമായണം എന്ന് മാത്രം അല്ല, അത് ഖുർആനായാലും ബൈബിളായാലും അത് വായിക്കാൻ പറ്റിയ ഒരു മാസം തിരഞ്ഞെടുത്തേക്കാണ് കേരളം. ഇതിൽ സാധാരണ കർക്കിടക മാസത്തിൻ്റെ പ്രസക്തി, കർക്കിടകം എപ്പോഴും നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതിരിക്കുകയും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതിൽ മനസ്സ് നമ്മൾ മൂടിക്കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് നമ്മുടെ മനസ്സിനും ഉണ്ടാവുക. നമ്മുടെ മനസ്സിലെ മനോവിഷമങ്ങൾക്കും ഒക്കെ ഒരു ഡിപ്രസീവ് മൂഡിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. ഇത്തരം സമയങ്ങളിൽ നമ്മൾ ഏതെങ്കിലും ബുക്കുകൾ, ഇപ്പോൾ രാമായണമായാലോ ഖുർആനായാലോ ബൈബിളായോ വായിക്കുമ്പോൾ നമ്മളെ മനസ്സിനെ ഡീവിയേറ്റ് ചെയ്യാനും അത് പ്രകാരം നമ്മളെ മനസ്സിനെ സന്തുലനാവസ്ഥ കീപ്പ് ചെയ്യാനും ഈ രാമായണ മാസത്തിന് കഴിയും. പ്രത്യേകിച്ച് ഈ അവസ്ഥയിൽ പുറത്തൊന്നും പോയിട്ട് അധികം ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായതുകൊണ്ട് മനസ്സിനെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു സമയമാണ് ഈ കർക്കിടക മാസം. ഈ രാമായണമായാലും ഏതുമായാലും വായിച്ച് മനസ്സിനെ ശുദ്ധീകരിച്ച് ഇനി വരുന്ന മാസങ്ങളിൽ മനസ്സിൻ്റെ പൂർണ്ണ ആരോഗ്യത്തിൽ, നമ്മൾ ശരീരം എത്ര ആരോഗ്യമുണ്ടെങ്കിലും മനസ്സിന് ആരോഗ്യമില്ലെങ്കിൽ എല്ലാം പോയി. അപ്പം മനസ്സിൻ്റെ ആരോഗ്യമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത്. കറക്റ്റ്. അപ്പോൾ മനസ്സിന് നമുക്ക് ഗട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ആ ശക്തിയാണ് നമ്മുടെ എല്ലാ രീതിയിലും നയിക്കാനുള്ള ഒരു കഴിവുള്ളത്. അത് മനസ്സിനെ നമ്മൾ വളരെ ശക്തിയോട് കൂടിയിട്ട് പ്രാപിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിന് ശാന്തി കിട്ടാൻ വേണ്ടിയിട്ട്, മനസ്സുഖമില്ലാതിരിക്കുന്ന പല കണ്ടീഷനുകളുണ്ട്. ചില കുടുംബങ്ങളിലാവാം, ചില അമ്മമാർക്ക് ആവാം, അല്ലെങ്കിൽ പ്രായം കൂടിയ, സാധാരണ നമ്മൾ രാമായണ മാസം ഒക്കെ ആചരിക്കുമ്പോൾ വീട്ടിലുള്ള മുത്തശ്ശന്മാരൊക്കെ ആയിരിക്കും രാമായണ പാരായണം. അവർക്ക് മാത്രം അവരുടെ ചുമതലയാണ് എന്നുള്ള ഒരു തെറ്റായ ധാരണ കൂടി. അത് തെറ്റായ ധാരണയാണ്. കാരണം അവരിൽ വേറൊരു അർത്ഥമുണ്ട്. നമ്മളൊരു പ്രായം വന്നു കഴിഞ്ഞാൽ നമ്മൾ മരണത്തെ ഭയക്കാത്തവരാരുമില്ല. നമുക്ക് മരണത്തിലുള്ള എപ്പോഴും മരിച്ചാൽ മതി എന്നൊക്കെ പറയുന്ന മുത്തശ്ശിമാരുണ്ടെങ്കിലും അവർ മരണത്തിനെ അവരെ അബോധ മനസ്സിൽ അവർ ഭയക്കുന്നുണ്ട്. അപ്പോൾ ഈ അങ്ങനെയുള്ള ഈ പ്രത്യേകിച്ച് ഈ കർക്കിടക മാസം നമുക്ക് മരണസംഖ്യ കൂടുതലുള്ള ഒരു മാസം കൂടിയാണ്, ഒരു നെഗറ്റീവും കൂടിയാണ്. അപ്പോൾ ഈ മാസങ്ങളിൽ നിന്ന് നമ്മളെ മനസ്സിനെ അതിൽ നിന്നും മാറ്റി ഇപ്പോൾ രാമായണമായാലോ ഖുർആനായാലോ ബൈബിളായാലോ ഒക്കെ വായിക്കുമ്പോൾ മനസ്സിന് വേറൊരു തലത്തിലേക്ക് എത്തിക്കുകയും അത് വളരെ ഒരു ആയിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു മാസം കൂടിയാണ്. അതുകൊണ്ടാണ് ഈ രാമായണ പാരായണം അല്ലെങ്കിൽ മറ്റ് ഒരു വായനാ മാസമായിട്ട് കർക്കിടകത്തെ കാണുന്നത്. ഡോക്ടർ, അതുപോലെ ദശപുഷ്പം, എന്താണ് ഈ ഒരു സമയത്ത് ദശപുഷ്പത്തിൻ്റെ പ്രാധാന്യം? ഏതൊക്കെയാണ് ദശപുഷ്പങ്ങളിൽ വരുന്നത്? ദശപുഷ്പം എന്ന് പറയുമ്പോൾ നമ്മൾ മുക്കുറ്റി വരുന്നുണ്ട്, വിഷ്ണുക്രാന്തി തുടങ്ങിയിട്ടുള്ള 10 പുഷ്പങ്ങളാണ് വരുന്നത്. ഇത് സാധാരണ പ്രത്യേകിച്ച് സ്ത്രീകൾ ചൂടി വരിക എന്നുള്ളതുണ്ട്. ഇത് ചൂടുന്നത് ഈ ദശപുഷ്പങ്ങളുടെ കോമ്പിനേഷൻ വരുമ്പോൾ നമുക്ക് അവരുടെ ശരീരത്തിന് അവരുടെ സ്ട്രെസ്സ് റിലീവ് ചെയ്യണം. രണ്ടാമത് അവർക്ക് പറയണത് ഇതിൻ്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, അവരെ സ്ത്രീകൾക്കുള്ള റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ അവരെ സൈക്കിളിലൊക്കെ വളരെയധികം എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഇതാണ് ഈ ദശപുഷ്പം ചൂടുക എന്ന് പറയുന്നത്. ഈ ദശപുഷ്പം ചൂടാൻ പറയുന്നത് നമ്മൾ അഭ്യംഗം അഥവാ എണ്ണതേപ്പ് കുളിയെല്ലാം കഴിഞ്ഞ് നമ്മളെ മുടിയിലാണ് ദശപുഷ്പം ചൂടാൻ പറയുന്നത്. ഈ ദശപുഷ്പം ചൂടുമ്പോൾ നമ്മളറിയാതെ ആ ദശപുഷ്പത്തിൻ്റെ വാസനയും ആ ദശപുഷ്പത്തിൻ്റെ ഗുണവും നമ്മളെ മനസ്സിനെ ഒരു സന്തുലനാവസ്ഥ കീപ്പ് ചെയ്യുന്നുണ്ട്.
സ്ട്രെസ്സ് കുറയ്ക്കുന്നുണ്ട്, പിന്നെ നമുക്ക് തന്നെ ഒരു ഫീൽ ഉണ്ടാവും നമ്മൾ ഫ്രഷായിരിക്കുന്നു എന്നുള്ള ഒരു ഇതുണ്ട്. ഇതെല്ലാമാണ് ദശപുഷ്പത്തിനുള്ളത്. ദശപുഷ്പം, വിഷ്ണുക്രാന്തി, അതേപോലെ മുക്കുറ്റി തുടങ്ങിയിട്ടുള്ള വളരെ നമ്മുടെ ചുറ്റുഭാഗം കിട്ടുന്ന പുഷ്പങ്ങളാണ് ദശപുഷ്പങ്ങൾ. അതുപോലെ തന്നെ ഡോക്ടർ, ഈ ഒരു മാസത്തില് മുക്കുറ്റി അരച്ച് തൊടുന്നത് കണ്ടിട്ടുണ്ട്. എന്താണ് അതിന്റെ ഒരു അത് ഈ ദശപുഷ്പത്തിൽ പെട്ടെന്നാണ് മുക്കുറ്റി. ഈ മുക്കുറ്റി അരച്ചു തൊടുക, ഇതെല്ലാം നമ്മുടെ മനസ്സിനും അതേപോലെ തന്നെ ശരീരത്തിനും ഒരു സ്റ്റിമുലേഷൻ. നമ്മൾ ആരോഗ്യവാന്മാരാണ്, ആരോഗ്യം കീപ്പ് ചെയ്തിട്ട് അടുത്ത വർഷങ്ങളിലേക്ക്, അടുത്ത മാസങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മളതിന് പ്രിപ്പയർ ചെയ്യണ ഒരു സന്ദർഭമാണ്. നമ്മൾ ചില മാസങ്ങളിലെല്ലാം നോയമ്പും എല്ലാം എടുക്കണില്ലേ, അത് ഒരു മതത്തിൻ്റെ ആചാരപ്രകാരമാണെങ്കിൽ പോലും അത് ശരീരത്തിന് വളരെയധികം നല്ലതാണ്. ഇപ്പോൾ മുസ്ലിം സഹോദരന്മാർ അല്ലെങ്കിൽ മുസ്ലിം ഇവർ നോമ്പെടുക്കുന്നുണ്ട്. ഈ നോമ്പെടുക്കുമ്പോൾ നമ്മൾ ഫാസ്റ്റിംഗ് കൊണ്ട് നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണങ്ങളുള്ള ഒരു കണ്ടീഷനാണ്. നമുക്ക് കൂടുതൽ ഇത്രയും ഫാസ്റ്റിംഗ് നടക്കുമ്പോൾ ഒരു 6-7 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മുടെ ബോഡി തന്നെ ഒരു തരം എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുകയും അത് ഇമ്മ്യൂണിറ്റി ലെവല്, ഭാവിയിൽ ഇമ്മ്യൂണിറ്റി ലെവൽ വളരെ ഹൈ ആക്കാനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ നമ്മളിത് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും നമുക്കൊരു വളരെയധികം ഒരു ഇംപ്രസീവായ ഒരു പോസിറ്റീവ് തോട്ട് അല്ലെ പോസിറ്റീവ് ചിന്താഗതിയിലേക്ക് നമ്മളെത്തിക്കും. അതുപോലെ ഡോക്ടർ, പത്തിലക്കറി, കഴിഞ്ഞ തവണ നമ്മൾ പത്തിലക്കറിയെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പത്തിലക്കറികളിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നത് ഏതൊക്കെയാണ്? സാധാരണ പത്തിലക്കറികൾ എന്ന് പറയുമ്പോൾ ചേമ്പിൻ താള് എന്ന് പറഞ്ഞാൽ വളരെയധികം അയൺ കണ്ടൻസ് ഉള്ള ഒരു പ്ലാന്റാണ് ചേമ്പിൻ്റെ താള്. സാധാരണ ഞാൻ ഈ വളരെ HB ലെവലെല്ലാം കുറഞ്ഞു വരുന്നവർക്ക് ചേമ്പിൻ താള് വെക്കാൻ പറയുമ്പോൾ അത് അവർക്കൊരു മോശമായിട്ട് കാണും. പണ്ടത്തെ ജനങ്ങൾ ചേമ്പിൻ താളൊക്കെ കഴുകി വെച്ചു. അപ്പോൾ ചേമ്പിൻ്റെ സൂപ്പ് വെച്ച് കൊടുക്കാൻ വേണ്ടി പറയും. അപ്പോൾ സൂപ്പ് എന്നൊക്കെ പറയുമ്പോൾ അവർ ഒരു മോഡേണായി. അപ്പോൾ ചേമ്പിൻ താള് വളരെ നല്ല റിസൾട്ടാണ് ചേമ്പിൻ താളിനുള്ളത്. അത് നമുക്ക് ശോധനയായിട്ട് വയറ്റിൽ നിന്ന് ശരിയായ രീതിയിൽ പോകാനും നമ്മളെ അയൺ ലെവൽ വളരെയധികം കൂട്ടാൻ. വേറെ ഏത് അയൺ ടാബ്ലറ്റ്സ് കഴിക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു കോൺട്രാ ഇൻഡിക്കേഷനാണ് കോൺസ്റ്റിപ്പേഷൻ. ആ കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതെ നമ്മളെ ശരീരത്തിൽ, നമ്മളെ ബ്ലഡിൽ അയൺ കൂട്ടാൻ ഏറ്റവും നല്ല ഇതാണ് ചേമ്പിൻ താള്. ചേനയുടെ ഇല, തവിഴാമ നമുക്ക് ചുറ്റുഭാഗത്തെല്ലാം കാണുന്നതാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ എല്ലായിടത്തും കാണുന്നതാണ് തവിഴാമയുടെ എല്ലാം ഇതെന്ന് വെച്ചാൽ വളരെ ഡയൂർട്ടിക്കാണ്. നമുക്ക് മൂത്രാശയ സംബന്ധമായിട്ടുള്ള ഏത് രോഗങ്ങൾക്കും ഒരു ഒറ്റമൂലി എന്ന് തന്നെ പറയാവുന്ന ഒരു ഔഷധമാണ് തവിഴാമ. നമുക്ക് സാധാരണ തോരനൊക്കെ വെച്ച് കഴിക്കുക എന്നുള്ള ഇതുണ്ട്. ഇതേപോലെ തന്നെ ചുവന്ന തുമ്പ അഥവാ കൊടുത്തുവ സാധാരണ നമ്മൾ കൊടുത്തുവ എന്ന് കേൾക്കുമ്പോൾ ചൊറിച്ചിലാണ് എപ്പോഴും വരിക. പക്ഷെ അതിൻ്റെ ഇലകൾക്കും വേരുകൾക്കൊക്കെ വളരെയധികം നല്ല ഇതാണ്, നെർവ് സ്റ്റിമുലേഷനാണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു എന്ന് തോന്നുന്നു. അതിന് ഈ ഇയർ ബാലൻസ് ഒക്കെ പോയിട്ടിരിക്കുന്ന പല അമ്മമാരും അല്ലെങ്കിൽ ജനങ്ങൾക്കും ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം ഉണ്ടാവുന്നുണ്ട്. അതിന് ഈ കൊടുത്തുവയുടെ വേര് കഷായം വെച്ചിട്ട്, വേറെ ഒന്നുമില്ല, സിംഗിൾ ഡ്രഗാണ്, അത് കഷായം വെച്ച് കുടിച്ചാൽ തന്നെ നമുക്ക് ഇയർ പ്രോബ്ലംസ് പ്രത്യേകിച്ച് ഇയർ ബാലൻസ്, ആ തലതിരിച്ചിലെല്ലാം ഒഴിവായി കിട്ടുന്നുണ്ട്. പിന്നെ കുമ്പളത്തിൻ്റെ ഇല, മത്തൻ്റെ ഇല, ചീര, പയറിൻ്റെ ഇല. ചീര നമുക്ക് പലതരം ചീരകളുണ്ട്, എല്ലാ ചീരകളും ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ്, അത് വളരെ ഇതാണ്. അടുത്ത് കോവൽ നമ്മൾ കോവക്കിഴങ്ങെന്നൊക്കെ പറയണ്ടേ, അതിൻ്റെ ഇലയും ഈ സമയത്ത് പത്തിലക്കറികളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാനസിക രോഗങ്ങളിൽ എസ്പെഷ്യലി ഈ ഡിപ്രഷനിലൊക്കെ കോവയ്ക്കയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ള, വളരെയധികം ഔഷധീയ പ്രാധാന്യമുള്ളതാണ് ഈ കോവയ്ക്ക. ഇതിൻ്റെ എല്ലാം ഈ പത്തിലക്കറികൾക്ക് വേറൊരു മെച്ചമുള്ളത് നല്ല അയൺ കണ്ടൻസ് ഉണ്ട്, നല്ല ഡയൂർട്ടിക്കാണ്, വളരെയധികം ഗട്ട് നമ്മളെ ആമാശയ പക്വാശയങ്ങളിലൊക്കെ വളരെയധികം ഹെൽത്തി ആക്കുന്നുണ്ട്. എൻസൈംസൊക്കെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആൻറ്റി ഓക്സിഡൻ്റാണ്. ഇത്രയും നല്ലൊരു നമുക്കൊരു ഔഷധക്കൂട്ടെന്ന് പറയാനുണ്ടെങ്കിൽ ഒരു ആഹാരക്കൂട്ട് വളരെ നല്ല രീതിയിലാണ് ഇത്. ഈ സമയത്ത് കഴിച്ചാൽ അത് ലഘുവാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ചോദിച്ചെടുത്ത് മത്സ്യമാംസങ്ങൾക്കുള്ള ആഹാരങ്ങൾ ഒഴിവാക്കിയിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ വളരെ ലഘുവാണ്, ദഹിക്കാനും എളുപ്പമാണ്,
വളരെ നല്ലതാണ് നമ്മൾ കർക്കിടകത്തിൽ കഴിക്കുന്നത്. ഡോക്ടർ, ഈ ഒരു പത്തിലക്കറി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞ ഒരുപാട് ചെടികൾ ഇത് ഒരുമിച്ച് കഴിക്കേണ്ടതാണോ അതോ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ദിവസം കഴിക്കാവുന്നതാണോ? അവൈലബിലിറ്റി നോക്കിയിട്ട് നമുക്ക് കഴിക്കാം. 10 ഇലകൾ ഒരുമിച്ച് കഴിക്കുന്നവരുണ്ട്. ചിലർക്ക് ചിലപ്പോൾ ഇതിൽ 4-5 ഇലകൾ കിട്ടും. ആ 4-5 ഇലകൾ, അല്ലെങ്കിൽ ചിലരിത് മാറി മാറി വെക്കും. പയറിൻ്റെ ഇലയുടെ തോരൻ വെക്കാറുണ്ട്, തമിഴാമ തോരൻ വെക്കാറുണ്ട്. ഈ കർക്കിടക മാസത്തിലെ എല്ലാ തോരനിലും എല്ലാ ഇലകളും കറി വെച്ച് കഴിക്കാറുണ്ട്. വളരെ നല്ലതാണ് ഡോക്ടർ. അതുപോലെ ഒരുപാട് ഔഷധ ഗുണമുള്ള ഒന്നാണ് മുരിങ്ങയില. പക്ഷേ കർക്കിടക മാസത്തിൽ പലപ്പോഴും മുതിർന്ന ആളുകളൊക്കെ പറയാറുണ്ട് മുരിങ്ങയില കഴിക്കാൻ പാടില്ല, അത് വിഷമാണ് എന്നുള്ളത്. അതിന് എന്തെങ്കിലും ശാസ്ത്രീയതയുണ്ടോ? അതിൻ്റെ ശാസ്ത്രീയത നമുക്ക് കറക്റ്റായിട്ട് തെളിയിച്ചിട്ടില്ല. മുരിങ്ങയുടെ വളരെ നല്ല ഇതാണ്. മുരിങ്ങയുടെ ആ ചെടി മുരിങ്ങയുടെ ഫലം, മുരിങ്ങക്കായ എന്ന് പറയുന്നത്, മുരിങ്ങയുടെ പൂവ്, മുരിങ്ങയുടെ വേര്, മുരിങ്ങയുടെ ഇല എല്ലാം വളരെയധികം നല്ലതാണ്. ഈ കർക്കിടകത്തിൽ സാധാരണ ഞാനും കേട്ടിട്ടുണ്ട് മുരിങ്ങയുടെ ഇലയ്ക്ക് ഒരു കട്ട് ഉണ്ട്, അത് വിഷാംശം വരും എന്നാണ്. അതൊരു ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ വയ്യ. ഓക്കെ ഡോക്ടർ. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ വെള്ളം എപ്പോഴും വളരെ കുറവ് കുടിക്കുന്ന ഒരു സമയമാണ്. കാരണം മഴയായതുകൊണ്ട് തന്നെ ആളുകൾക്ക് വെള്ളം കുടിക്കാനുള്ള ഒരു ടെൻഡൻസി കുറവാണ്. പക്ഷേ ഈ ഒരു സമയം നമുക്കറിയാം മലിനമായിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ സാധാരണ നോർമൽ നമുക്ക് എന്തുപയോഗിച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാം? നമ്മൾ സാധാരണയായിട്ട് ഈ മഴക്കാലത്ത് വെള്ളം കുടിക്കൽ കുറവായിരിക്കും. കാരണം നമ്മൾ ഗ്രീഷ്മ ഋതു കഴിഞ്ഞിട്ട് നേരെ വർഷ ഋതുവിലേക്ക് വരികയാണ്. ഗ്രീഷ്മ ഋതുവിൽ നമ്മൾ കൂടുതലായിട്ട് വെള്ളം കുടിക്കും. ഈ സമയത്ത് വർഷ ഋതുവിൽ വരുമ്പോൾ നമുക്ക് എല്ലാം നമ്മളെ പരിസരത്തൊക്കെ മലിനമായിട്ടുള്ള ജലങ്ങളാണ്. പല ഇത് കഴിഞ്ഞിട്ടുള്ള പല മലിനജലങ്ങളും നല്ല ജലവും എല്ലാം ഒന്നായി തീരണ ഒരു ഇതാണ് മഴയൊക്കെ കൂടുതൽ പെയ്യുമ്പോൾ. തിളപ്പിച്ച വെള്ളമേ കുടിക്കാൻ പാടുള്ളൂ. തിളപ്പിച്ച വെള്ളം ചെറു ചൂടോട് കൂടിയിട്ട് കുടിക്കണം. തണുത്ത വെള്ളങ്ങൾ മുഴുവനായിട്ടും ഒഴിവാക്കണം. അത് നമുക്ക് പതിമുഖം, നാൽപ്പാമരം തുടങ്ങിയിട്ടുള്ള നല്ല നല്ല ഔഷധങ്ങളിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം, അറ്റ്ലീസ്റ്റ് നമുക്ക് ചുക്ക് ചതച്ചിട്ടുള്ള വെള്ളം, ഇഞ്ചി ചതച്ച വെള്ളം, കുരുമുളക് തിളപ്പിച്ച വെള്ളം, മല്ലി, നമുക്ക് വളരെ സിമ്പിളാണ് മല്ലി ഇട്ടിട്ടുള്ള ബാർലി തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഔഷധങ്ങളിട്ട് തിളപ്പിച്ച്, ഏലക്കായ, ജീരകം ഇതെല്ലാം ഇട്ടിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. അത് ചൂടോട് കൂടിയിട്ടേ കഴിക്കാൻ പാടുള്ളൂ, തിളപ്പിച്ചിട്ടേ കഴിക്കാൻ പാടുള്ളൂ. വെള്ളത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. ഈ വെള്ളം കൂടി കുറയുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളിലെല്ലാം യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അഥവാ മൂത്രച്ചൂട്, മൂത്രപ്പഴുപ്പ് തുടങ്ങിയിട്ടുള്ള രോഗങ്ങൾക്ക് കാരണമാവും. അതൊഴിവാക്കാൻ വേണ്ടി ഇത്തരം വെള്ളങ്ങൾ ചൂടോടുകൂടി കഴിച്ചേ പറ്റൂ. അതുപോലെ ഇപ്പോൾ കൂടുതലായിട്ട് ഡെങ്കിപ്പനി, എലിപ്പനി ഇതൊക്കെ കാണാറുണ്ട്. പ്രത്യേകിച്ച് ഡെങ്കിപ്പനിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് വലിയ രീതിയിലുള്ള ആരോഗ്യ ബുദ്ധിമുട്ടുകൾ പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളവരെ ആയുർവേദ ചികിത്സ ചെയ്യുന്നത് നല്ലതാണ് എന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ ഡോക്ടർ? നമ്മൾ എപ്പോഴും ആയുർവേദം പറയുന്നത് രോഗിയുടെ ആരോഗ്യം നോക്കിയിട്ട് വേണം അവന് ചികിത്സ നിശ്ചയിക്കാൻ. നമുക്ക് തീരെ എഴുന്നേറ്റ് നടക്കാൻ വയ്യ, അല്ലെങ്കിൽ മരുന്ന് കഴിച്ചാൽ പോലും ദഹിക്കാൻ അവസ്ഥയുള്ള ഒരു രോഗിക്ക് നമ്മൾ അമിതമായിട്ട് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ രോഗത്തിന് കാരണമാവും. രോഗിയുടെ അവസ്ഥ നോക്കി, രോഗി ഇപ്പോൾ ഡെങ്കിയോ അല്ലെങ്കിൽ എലിപ്പനിയോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ അഗ്നിദീപ്തി, അതാണ് ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ അഗ്നിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ആയുർവേദം മുന്നോട്ട് പോകുന്നത്. ഏത് കൊടുക്കുമ്പോഴും അഗ്നി, അവന് നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ അത് മരുന്നായിട്ട് തന്നെ എഫക്റ്റ് ചെയ്യണം. അതൊരിക്കലും അവനൊരു വിഷമായിട്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവരുത്. അപ്പോൾ രോഗിയുടെ അവസ്ഥയ്ക്കനുസരിച്ചിട്ട് വേണം അവനെ ചികിത്സിക്കാൻ. ഏത് അസുഖങ്ങളായാലും, ഈവൻ നമ്മുടെ ക്യാൻസർ കഴിഞ്ഞ് കീമോതെറാപ്പി എല്ലാം കഴിയുമ്പോൾ സാധാരണ നമ്മൾ സ്കിൻ ടോൺ പോവും, അതേപോലെ ഹെയർ ലോസ് ഒക്കെ വരുന്നൊരു കണ്ടീഷനിൽ പോലും നമ്മൾ കൊടുക്കണത്, ആയുർവേദം കൊടുക്കുന്നുണ്ട് ഒട്ടും കുഴപ്പമില്ല. അവൻ്റെ അഗ്നി എങ്ങനെയാണ്, അത് ദഹിക്കാനാണോ, അവൻ്റെ രോഗിയുടെ അവസ്ഥ നോക്കിയിട്ട് വേണം ചികിത്സിക്കാൻ. ഇപ്പോൾ കർക്കിടക മാസത്തിൽ ആയുർവേദത്തിൻ്റെ ഒരു പ്രാധാന്യം പറഞ്ഞതുകൊണ്ട് തന്നെ ഒരുപാട് ആയുർവേദ ക്ലിനിക്കുകൾ ഇന്ന് നമുക്കറിയാം കൂൺ മുളച്ച് പൊന്നുന്ന പോലെ പൊന്നുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം നമുക്ക് വിശ്വസനീയമാണോ? പലപ്പോഴും അതൊരു ബിസിനസ്സായിട്ട് ഇന്ന് നടക്കുന്നുണ്ട്. ഡോക്ടർക്ക് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആയുർവേദ ചികിത്സാ രംഗം ഇന്ന് വളരെയധികം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസക്തമായൊരു ചോദ്യമാണ് താങ്കൾ പറഞ്ഞത്. എപ്പോഴും ആയുർവേദം കേരളത്തിലെ ഈറ്റില്ലമാണ്, ആയുർവേദത്തിൻ്റെ ഈറ്റില്ലമാണ് കേരളം എന്നെല്ലാം പറയുന്നുണ്ട്. കേരളത്തിലുള്ള ആയുർവേദ സെൻറ്റേഴ്സ്
വളരെയധികം നല്ലൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറുടെ നേതൃത്വത്തിൽ ആയിരിക്കുന്ന ക്ലിനിക്കുകൾ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. പല വ്യാജന്മാരും പല പരിചയക്കാരും എല്ലാം വെച്ചിട്ട് ക്ലിനിക്കുകൾ നടത്തുന്നുണ്ട്. അവരെ തട്ടിപ്പും തരികയൊക്കെ പറഞ്ഞിട്ട് ആയുർവേദ ഡോക്ടേഴ്സ് നടത്തുന്ന ക്ലിനിക്കിനേക്കാൾ കൂടുതൽ ജനങ്ങൾ അവരെ അട്രാക്റ്റ് ചെയ്യാൻ പല ഓഫറുകളും വെക്കുന്നുണ്ട്. അതെല്ലാം നമ്മുടെ ആരോഗ്യത്തിന് അനാരോഗ്യമാണ് ഉണ്ടാക്കുക. അപ്പോൾ എപ്പോഴും ഒരു ഗുരുമുഖത്തു നിന്ന് അല്ലെങ്കിൽ അഥവാ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച് പാസ്സായിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആയുർവേദ ഡോക്ടേഴ്സ് അവർ നടത്തുന്ന ക്ലിനിക്കുകൾ അതിൽ കൃത്യമായിട്ട് അവർ രോഗിയെ പരിശോധിക്കുകയും ആ രോഗിക്ക് കറക്റ്റായ രീതിയിൽ ചികിത്സ നിശ്ചയിക്കുകയും ചെയ്യും. ആയുർവേദ വിദ്യാഭ്യാസ മേഖലയിൽ വളരെയധികം നല്ല രീതിയിൽ പഠിപ്പിച്ചുകൊണ്ടാണ് ഒരു ആയുർവേദ ഡോക്ടറെ പുറത്ത് വിടുന്നത്. അപ്പോൾ അതുവരെ പ്രാക്ടിക്കലായാലും തിയറി ആയാലും നല്ല നോളേജുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. ആ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് വേണം ചികിത്സിക്കാൻ വേണ്ടി പോകേണ്ടത്. ഇപ്പോൾ ഡോക്ടർ, കർക്കിടക മാസത്തിലെ ഒരുപാട് ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. കുട്ടികൾക്കായിട്ട് ഏതെങ്കിലും പ്രത്യേക ഒരു പരിഗണന ആരോഗ്യ കാര്യത്തിൽ ഈ ഒരു മാസം നമുക്ക് ചെയ്യാനായിട്ട് പറ്റുമോ? കുട്ടികൾ സാധാരണ വളരെ സെൻസിറ്റീവാണ്. നമുക്ക് ചെറിയ രോഗങ്ങൾ പോലും അവർക്ക് വലിയതായിട്ട് തീരും. അപ്പോൾ കുട്ടികളെ ശരിക്ക് നമ്മൾ കുട്ടികളുടെ ആരോഗ്യത്തിന് വളരെ സാധാരണയായിട്ട് കുട്ടികളുടെ ആരോഗ്യം ആരംഭിക്കുന്നത് ഒരു ഗർഭിണിയായിട്ടുള്ള അമ്മയിൽ നിന്നാണ് കുട്ടിയുടെ ചൈൽഡ് ഹെൽത്ത് വരുന്നത്. പ്രത്യേകിച്ച് നല്ല അച്ഛൻ അമ്മ എന്നുള്ള അല്ലെങ്കിൽ ഒരു സ്പേം ഓവം ഫ്യൂസ് ചെയ്താൽ മാത്രമേ ഒരു ഹെൽത്തി ചൈൽഡ് ആവുള്ളൂ. അത് ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ അമ്മയുടെ ഭക്ഷണം, ഗർഭിണിയുടെ ഭക്ഷണ രീതി, അവരുടെ ആഹാരവിഹാരങ്ങൾക്കൊപ്പം തന്നെ മാനസികാവസ്ഥ, പല ഇതുകളിലും നമ്മൾ ഓട്ടിസം, ഹൈപ്പർ ആക്ടിവിറ്റി, MR തുടങ്ങിയിട്ടുള്ള കുറേ രോഗങ്ങളുണ്ട്. ഇതെല്ലാം അമ്മയുടെ മാനസികാവസ്ഥ, ഗർഭിണിയായിരിക്കുമ്പോൾ അമ്മയുടെ മാനസികാവസ്ഥയിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ കുട്ടികളെ എഫക്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ് കുട്ടികളെ പ്രസവം കഴിഞ്ഞു പ്രസവത്തിൻ്റെ അവസ്ഥകൾ നോർമൽ ഡെലിവറി ആവാം, അല്ലെങ്കിൽ സിസേറിയൻ സെക്ഷൻ, അല്ലെങ്കിൽ വാക്വം ഡെലിവറി, അല്ലെങ്കിൽ ഫോഴ്സപ്സ് ഡെലിവറിയിലും വാക്വം ഡെലിവറിയിലെല്ലാം കുറച്ച് കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട്. അവിടെ നിന്ന് തൊട്ടിട്ട് കുട്ടിയെ നമ്മൾ സംരക്ഷിക്കണം. വളരെ സെൻസിറ്റീവായിട്ട് കുട്ടീനെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അവൻ്റെ നടത്തം, ഓരോ മൈൽ സ്റ്റോൺസ് ഉണ്ട്. ഇപ്പോൾ ഒരു 3 മാസം എത്തിക്കഴിഞ്ഞാൽ കുട്ടിയെ നമ്മൾ ഇരിക്കണം, നടക്കണം, കമിഴണം, അങ്ങനെയെല്ലാം ചിരിക്കണം, അച്ഛനമ്മമാരെ നോക്കി ഐഡൻറ്റിഫൈ ചെയ്യണം, വാക്കുകൾ പറയണം. കാരണം ഒറ്റ വാക്ക്, പിന്നെ ബൈസിലബസ്, മോണോസിലബസ്, അങ്ങനെ പല, അതൊക്കെ ഒരു മൈൽ സ്റ്റോൺസാണ്. ആ കുട്ടിയുടെ വളർച്ചയാണ്. ആ വളർച്ച സമയത്ത് നമുക്ക് എന്തെങ്കിലും അപാകത തോന്നുകയാണ്, ചിലപ്പോൾ 1.5 വയസ്സായിട്ടോ 2 വയസ്സായിട്ടോ കുട്ടി നടക്കുന്നില്ലെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു ഡോക്ടറുടെ ഉടനടി പോയി കാണിക്കുകയും എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു പരിശോധന അവന് ആവശ്യമാണ്. അതേപോലെ തന്നെ ഓരോ രീതിയിലും കുട്ടികളുടെ ഓരോ മൈൽ സ്റ്റോൺസും കറക്റ്റായിട്ട് അച്ചീവ് ചെയ്തില്ലെങ്കിൽ അതിനെന്താണ് തടസ്സം നമുക്കറിയില്ല. കുട്ടി ചിലപ്പോൾ കരയുകയായിരിക്കാം, അല്ലെങ്കിൽ പറഞ്ഞറിയിക്കാൻ നമുക്ക് കഴിയാത്തൊരവസ്ഥയാണ്. അപ്പോൾ കുട്ടിയുടെ ചലനങ്ങളും കുട്ടിയുടെ പ്രകൃതി നോക്കിയിട്ട് വേണം അച്ഛനമ്മമാർ അവർക്ക് അസുഖമുള്ളതും ഇല്ലാത്തതും മനസ്സിലാക്കേണ്ടത്. ഈ സമയങ്ങളിൽ ആയുർവേദ ചികിത്സാ രീതി പറയുന്നത് കുട്ടിയെ ശരിക്ക് നമ്മൾ പ്രസവം കഴിഞ്ഞതിന് ശേഷം കുട്ടിയെ കുളിപ്പിക്കുക. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പലരും. ഈ പോസ്റ്റ്നേറ്റൽ കെയർ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. കുട്ടിയെ ശരിയായ രീതിയിൽ കുളിപ്പിക്കുക. അമ്മമാരെല്ലാം കുട്ടിയെ തലോടി കുളിപ്പിക്കുമ്പോൾ അവരുടെ അംഗങ്ങൾക്കും അല്ലെങ്കിൽ മാംസപേശികൾക്കൊക്കെ കൂടുതൽ ഷേപ്പും ആരോഗ്യം കിട്ടുന്ന രീതിയിലുള്ള, അതിന് കുറേ സാധാരണ നമ്മൾ കേരളത്തിലൊക്കെ വെന്ത വെളിച്ചെണ്ണ എന്ന് പറഞ്ഞിട്ടാണ് ഉപയോഗിക്കുന്നത്. വെന്ത വെളിച്ചെണ്ണ ഉപയോഗിക്കാറുണ്ട്. ചിലർ നല്ല നാൽപ്പാമരം ഇതാക്കുന്നുണ്ട്. അങ്ങനെ പലവിധ വെളിച്ചെണ്ണകളുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ച് ഇതാക്കുന്നുണ്ട്. ചെമ്പരത്തിയാതി വെളിച്ചെണ്ണ തുടങ്ങിയിട്ടുള്ള സ്കിന്നൊക്കെ വല്ല അസുഖങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് ഇതാക്കുമ്പോൾ കുട്ടിയുടെ ശരിയായ രീതിയിലുള്ള മസിൽസൊക്കെ ശരിക്കും ഡെവലപ്പ് ചെയ്യും. ആ ഡെവലപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് വർദ്ധിക്കുകയാണ്. പിന്നെ ഏറ്റവും ഇത് സുവർണപ്രാശം എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. നമ്മൾ ഒരു യോഗമാണ്, അത് ആയുർവേദ രീതിയിൽ കൊടുക്കാൻ പറയുന്നുണ്ട്. ഓരോ മാസത്തിലും കൊടുക്കാൻ പറയുന്നുണ്ട്. ഒരു ഡ്രോപ്പ് 2 ഡ്രോപ്പ് പോലെ നമ്മൾ ഈ പോളിയോ ഒക്കെ കൊടുക്കുന്ന പോലെ അത് കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്സ്,
ആ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ വർദ്ധിക്കുമ്പോഴാണ് ഒരു നല്ല ചൈൽഡായിട്ട് വരുന്നു. കുട്ടികളുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ രാഷ്ട്രത്തിൻ്റെ തന്നെ ഒരു ആരോഗ്യമാണ്. അപ്പോൾ വളരെയധികം കെയർ ചെയ്യണം. അതിൽ ആയുർവേദത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. ഓരോ ഇതിലും എന്തിനു പറയുന്നു, കുട്ടികളുടെ കളിക്കോപ്പുകൾ പോലും, കുട്ടികളുടെ കളിക്കോപ്പുകൾ അവൻ്റെ മാനസികമായുള്ള വികാസത്തിന് നമ്മൾ കാരണമാവും. ഇന്ന് നമുക്ക് ഉപദ്രവിക്കുന്ന കടാരവും അല്ലെങ്കിൽ തോക്കും ഇതൊക്കെ എടുത്ത് കുട്ടികൾ കളിക്കുമ്പോൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് അവർക്ക് കാണുക. അതേസമയം കുട്ടികളിൽ സോഫ്റ്റായിട്ട് പണ്ട് നമുക്ക് പാവക്കുട്ടി അല്ലെങ്കിൽ അങ്ങനെയുള്ള മൺപാത്രങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു കളിക്കോപ്പുകൾ. ഇത് കളിക്കോപ്പുകളുടെ റേഞ്ച് മാറി. ആ റേഞ്ച് മാറുന്നതിനനുസരിച്ചിട്ട് കുട്ടികളുടെ മൈൻഡും മാറി മാനസികാവസ്ഥയും മാറുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ കുട്ടികളുടെ മനസ്സും ശരീരവും വളരെ നന്നായിട്ട് അവരുടെ ഡെവലപ്മെൻറ്റ്സ് വളരെ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. കർക്കിടകത്തിൽ അസുഖങ്ങൾ വരാൻ വളരെയധികം സാധ്യതകളാണ്. കാരണം ഇമ്മ്യൂണിറ്റി ലെവല് ഈ കുട്ടികളിൽ എപ്പോഴും ഇമ്മ്യൂണിറ്റി ലെവൽ വളരെ കുറവായിരിക്കും. ആ കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ വളരെ അധികം പ്രിസർവ് ചെയ്തിട്ട് അവരെ കൊണ്ടുപോകണം. മഴയത്തു നിന്നും കാറ്റിൽ നിന്നും വെള്ളം കുടിക്കുക, ഇതൊക്കെ ഒഴിവാക്കിയിട്ട് അവരെ വളരെ സംരക്ഷിച്ച് കൊണ്ടുപോകേണ്ട കാലഘട്ടമാണ് കർക്കിടകം. അപ്പോൾ കർക്കിടകം എന്നാൽ ദുർഘടം എന്നാണ് പറയുക. ആ ഒരു ദുർഘടത്തിൽ നിന്ന് മറികടക്കാനുള്ള ശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ കർക്കിടക മാസത്തിൽ നടക്കുന്നത്. അതെ ശരിക്കും കർക്കിടകം ദുർഘടം എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ദുർഘടം നമുക്ക് എങ്ങനെ അത് അപകടമില്ലാതെ ഒഴിവാക്കാൻ പറ്റും എന്ന് ശ്രദ്ധിക്കാം. അതിനുള്ള വഴികളാണ് പ്രത്യേകിച്ച് ആയുർവേദം പറയുന്നത്. ഓക്കെ ഡോക്ടർ. അപ്പോൾ ഇന്ന് ആരോഗ്യരംഗം ചർച്ച ചെയ്തത് കർക്കിടക മാസത്തിലെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചാണ്. ഡോക്ടർ വളരെ വ്യക്തമായിട്ട് തന്നെ എങ്ങനെയായിരിക്കണം കർക്കിടക മാസത്തിലെ ആരോഗ്യ സംരക്ഷണം, അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുക എന്നുള്ളതാണ് ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യം. അതിനുള്ള ഒരുപാട് നിർദ്ദേശങ്ങളാണ് ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്നത്. ആരോഗ്യരംഗത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.